ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്ക് നിങ്ങൾക്ക് നിങ്ങളെ അറിയിക്കാനുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത്, നമ്മൾ ഈ വീടൊക്കെ വെക്കുമ്പോൾ നമ്മൾ വിൻഡോ ചെയ്യുന്ന പല മോഡലിലായിരിക്കും വിൻഡോകൾ ചെയ്യുന്നത്. അതായത് വീടിന്റെ ഭംഗി കൂട്ടാനായിട്ടാണ് നമ്മൾ വിൻഡോ ചെയ്യുന്നത്. അപ്പം മാക്സിമം വിൻഡോ ഒക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ഇത്രയും കോർണറിൽ ഒരു കണക്കൊക്കെ വിൻഡോ കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഈ വീടിന്റെ സ്ട്രെങ്ത് മൊത്തം കുറയും. കാരണം ഈ മൂലയിലാണ് നമ്മൾ വീടിന്റെ ലോഡ് മുഴുവനും പിടിക്കുന്നത് ഇവിടെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഭാഗത്ത് നമ്മൾ മാക്സിമം ഒരു വിൻഡോ ഒഴിവാക്കി സെന്ററിലോ അല്ലെങ്കിൽ ആ സൈഡിലോ വല്ലോ, കാരണം ഇവിടെയൊക്കെ ഒരു ചുമര് കൊടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. കാരണം നമുക്ക് അത്രയും ബലമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ജനല് വിൻഡോ കൊടുക്കുന്നെങ്കിൽ നമുക്ക് അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബീമോ കാര്യങ്ങളോ നമ്മൾ ഇവിടെ കൊടുക്കണം. ഇതിപ്പം കൊടുത്തിരിക്കുന്നത് ലിൻഡിലാണ്. അപ്പൊ ഇവിടെ നിന്ന് ഏകദേശം ഒരു മീറ്റർ മാറ്റി ഒരു ബീം പോലെ കൊടുത്തിട്ട് അവിടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ലോഡ് പിടിക്കും. അതുപോലെ തന്നെ ഈ ഒരു പില്ലർ നമ്മൾ ഒരിക്കലും ഇങ്ങനെ പില്ലർ കൊടുക്കുമ്പോൾ ഈ പില്ലർ നേരെ വന്നിട്ട് നോക്കി പ്ലെയിൻ തട്ടിലാണ് നിൽക്കുന്നത്. അപ്പൊ മാക്സിമം നമ്മൾ അവിടെ ഒരു 2 ബീം ഇവിടെ ആവശ്യം ഉണ്ടായിരുന്നു, പക്ഷെ അത് കൊടുത്തിട്ടില്ല. ഇവിടുന്ന് ആ ചുമരിന്ന് ഒരു ബീമും ഈ ചുമരിന്ന് അവിടെ നിന്ന് ഒരു ബീമും കൂടി നേരെ അതിൽ കണക്റ്റായി അതിലാണ് ഈ പില്ലർ വന്നിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആയിരുന്നു. പക്ഷെ ഇവരത് തട്ട് വാർത്തിട്ട് ആ തട്ടിലാണ് ഇത് സപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ മാക്സിമം ഇങ്ങനെ ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അതുപോലെ തന്നെ ഇവിടെ അപ്പൊ ഈ ഒരു റൂമില് ഒരു വിൻഡോയ്ക്ക് വേണ്ടിയുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ബീമാണ്. അപ്പൊ ഇത് ബീം ഇങ്ങനെ കൊടുത്തിരിക്കുമ്പോൾ നമുക്ക് അത്രയും ലോഡ് അതിൽ പിടിക്കും. അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. ഇതുപോലെ ഒരു ബീം കൊടുത്താൽ കുറച്ചും കൂടി ഉപയോഗമായിരിക്കും. പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് ബീം കൊടുത്തതെന്ന് എനിക്കറിയില്ല. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെ ഇത് ഹോളാണ്. അപ്പൊ ഇത് മൊത്തത്തിൽ ഒരു ഒറ്റ ഹോളാണ്. അപ്പൊ ഈ ഒറ്റ ഹോളിൽ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, ഈ പണ്ടത്തെ കടകളിൽ ഷട്ടർ ഇടും പോലത്തെ ഒരു ബീമാണ് ഈ ലിൻഡിൽ മട്ടത്തിൽ ഇവർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഈ ഒരു ബീം തട്ടിൽ നിന്ന് ഏകദേശം ഒരു 9 ഇഞ്ച് താത്തൊരു ബീമാണ് അടിച്ചിരുന്നെങ്കിൽ ഇത് ഒറ്റ തട്ടായിട്ട് നമുക്ക് തോന്നിച്ചേ. അപ്പൊ ഇത് ഇത്രയും ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അതൊരു മഹാവൃത്തിയേട് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾക്ക് അറിയിക്കാം. അതുപോലെ തന്നെ അത് ഇവിടെ. അപ്പൊ ഇത് മൊത്തത്തിൽ ഒരു അടമാനം പോലെ മൊത്തത്തിൽ അങ്ങൊന്ന് അടഞ്ഞുപോയി. അപ്പോ ഒരിക്കലും നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം നമ്മൾ ഒരു ഹോള് ഇത് ഇത്രയും നമുക്ക് ഒറ്റ സ്പേസ് ആയിട്ട് തോന്നിക്കണമെങ്കിൽ നമുക്ക് ഈ ബീം ഇതുപോലെ ഈ ഒരു ബീം കൊടുത്തിരിക്കുമ്പോൾ കൊടുത്താൽ മതി. ഇതിപ്പോ ആവശ്യമില്ലാതെ ഇവിടെ ഒരു ബീം കൊടുത്തിരിക്കുന്നത് കണ്ടോ. ഇവിടെ ഏകദേശം സ്പേസ് കുറവാണ്. ഈ സ്പേസിന്റെ കുറവ് ഉള്ള സ്ഥലത്ത് ഇവിടെ ഒരു ബീം കൊടുത്തിരിക്കുന്നത് പാഴായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കാരണം മേളിൽ വേറെ നിലയോ അങ്ങനെ ഒന്നും വരുന്നില്ല. ഭാവിയിലെ നില വന്നാലും ഇവിടെ ഒരു ബീമിന്റെ ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ ഇതിന്റെ കമ്പിയാണ് ഈ കാണുന്ന തുരുമ്പ് പോലെ ഇരിക്കുന്നത്, കവറിങ് ഇല്ല. അപ്പൊ ഇനി നമ്മൾ വീട് വെക്കുമ്പോൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനത്തെ ബീം ലിൻഡിലിൽ കൊടുക്കരുത്. ലിൻഡിലിൽ കൊടുക്കാതെ ഇത് മേളിലോട്ട് തട്ടിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗി കൂടുതലായിരിക്കും. പിന്നെ ഈ റാക്കൊക്കെ അടിച്ച് പൊട്ടിച്ച് കളയാനുള്ളതായിരുന്നു, പക്ഷെ അത് അവർ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഒരു ബാത്റൂം, ഇതൊരു ബാത്റൂം ആക്കി എടുക്കുക. അപ്പൊ ഒരു ബാത്റൂം ആക്കി എടുത്തിട്ട് ഇവിടെ ഒരു വിൻഡോ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ ഇതിനകത്ത് എങ്ങനെയാ ആൾക്കാർ ഇരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഒരു വിൻഡോ കൊടുക്കാൻ വേണ്ടി ഇവിടെ അടിച്ചു പൊട്ടിക്കുകയാണ്. ഇനി ഇവിടെ ഒരു ഹോൾ ഇട്ട് ഒരു വിൻഡോയും കൂടി ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്താലേ നല്ലൊരു എയർ സർക്കുലേഷൻ കിട്ടുള്ളൂ. പിന്നെ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ വീട് വെക്കുന്നവര് വീട് ഒരു പ്രാവശ്യം വെക്കുന്നു. ഇവിടെ ഒരുപാട് മിസ്റ്റേക്കും കാര്യങ്ങളും വന്നിട്ടുണ്ട്. എയറുകൾ കൊടുത്തതാ, അതായത് കംപ്ലീറ്റ് എയർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ 3 പൈപ്പ് ഇതാണ് എയറുകൾ കൊടുത്തിരിക്കുന്നത്. അത് വിഷയമുള്ള കാര്യമല്ല. ഇപ്പൊ 3, 4, 5 അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എയറുകളും കാര്യങ്ങളും കൊടുക്കാം. ഇതൊരു റൂം. അപ്പം മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു വീട് പണി ചെയ്യുമ്പോൾ ആ വീട്ടിനകത്ത് എന്തൊക്കെ വന്നാലാണ് ഭംഗിയുള്ളത് അത് നോക്കിയും കണ്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.